ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാനും അക്ഷി ബേബിയും പിന്നെ ഫാദറിൻലോ മദറിൻലോ എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ ഒരു റീയൂണിയന് വേണ്ടി പോവാണ് കുമരനെല്ലൂർ സ്കൂളിൽ. അപ്പോൾ അച്ഛൻ പഠിച്ചിരുന്ന 10th ക്ലാസ്സിൻ്റെ റീയൂണിയൻ. ഇതായിരുന്നു അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബലൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു സ്വാഗത പ്രസംഗമായിരുന്നു നമ്മൾ ചെല്ലുന്ന ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു അങ്കിള്, ഒരു മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞ അങ്കിളാണ്, ഇവരെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന അങ്കിള് ഒരു പ്രസംഗമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ബാച്ച് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, പബ്ലിഷ്ഡ് മാഗസിനാണ്. ജാലകം എന്നുള്ള പേരിൽ ഒരു ബുക്ക്, നല്ല ബുക്കാണ് കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നൊരു പ്രിൻ്റ് ഔട്ടാണ്, ഒരു കോപ്പിയാണ്. അപ്പോൾ കുമരനെല്ലൂരിൻ്റെ ചരിത്രവും പിന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ MT വാസുദേവൻ സാർ ഒക്കെ പഠിച്ചിരുന്നത് കുമരനെല്ലൂർ ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ അവരെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ, അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ബുക്കായിരുന്നു. ബുക്കിന് ജാലകം എന്നായിരുന്നു പേര്. ഒരുപാട് എഴുത്തുകാരും ഒക്കെ എഴുതിയിട്ടുണ്ട്, ഓരോരോ അവരുടേതായിട്ടുള്ള സൃഷ്ടികളൊക്കെ ബുക്കിലുണ്ടായിരുന്നു. നല്ല ബുക്കായിരുന്നു കേട്ടോ. ഞാൻ വായിക്കാനായിട്ട് അച്ഛനടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ പേര് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ സൂം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഉള്ള നല്ല ബുക്കാണ്. നമ്മുടെ 1947 ഓഗസ്റ്റ് 15 ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു ബുക്കൊക്കെ വായിച്ചപ്പോൾ. അപ്പോൾ അച്യുതൻ നമ്പൂതിരിയൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ജാലകം എന്നായിരുന്നു അവരുടെ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വെറുതെ ഒന്ന് നടന്നു കേട്ടോ. ഒരു ബ്രേക്കിൽ വെറുതെ ഒന്ന് നടന്നപ്പോൾ ഒരു ക്ലാസ് റൂമിൽ കുറേ അത്യാവശ്യം പ്രായമുള്ള, ഇവരുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏകദേശം ഒരു 65 അറൗണ്ട് ഏജുള്ള കുറേ ആൻറ്റിമാരും പിന്നെ അവരുടെ റിലേറ്റീവ്സൊക്കെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറൊന്നുമല്ല, എൻ്റെ ഹയർ സെക്കൻഡറി ഡിഗ്രി കാലഘട്ടത്തിലേക്ക് ഒരു ചെറിയൊരു തിരിഞ്ഞു നോട്ടം പോലെയായിരുന്നു. അപ്പോൾ തിരുവാതിരയായിരുന്നു. എന്തായാലും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അവർ. അവരുടെ ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരെല്ലാം കൊണ്ടും നല്ല പെർഫെക്ഷനായിരുന്നു. പിന്നീട് ഈ ആൻറ്റി എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫീൽഡിലും, നമ്മളുടെ ഈ സർവീസ് ഫീൽഡിലൊക്കെ ഉള്ള ഒരു ആളാണ് കേട്ടോ. പാലിയേറ്റീവ് ക്ലബിൻ്റെ മെയിൻ ആളാണ്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റാണ്, ഡയറ്റീഷ്യനാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിയാണ് ഇവർ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചിട്ട്, കണ്ടംപററി സൊസൈറ്റിയിലുള്ള ചിൽഡ്രൻ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രസംഗവും അതിലുപരി അവർ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു